ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ നെയിംസ് ആൻഡ് നെയിംസ് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നില്ല അവളുടെ ക്ലാസ്സിൽ നോൺ അമേരിക്കൻ സ്റ്റുഡൻസ്, മറ്റ് പല രാജ്യങ്ങളിലുള്ള കുടിയേറിപ്പാർത്ത കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞിച്ചിരുത മാത്രമാണ് ഒരേ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. നോക്കൂ, കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ്. ഇവിടെ കം അക്രോസ് എന്നാൽ വെർബിന്റെ 3ാമത്തെ രൂപമാണ്. കം അക്രോസ്, കെയിം അക്രോസ്, കം അക്രോസ്. ഇവിടെ ഹാഡ് വന്നാൽ V3 ആണ് വെർബായിട്ട് ഉപയോഗിക്കേണ്ടത്. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ്. കം അക്രോസ് എന്നാൽ അവിചാരിതമായി, യാദൃശ്ചികമായി കണ്ടുമുട്ടി എന്നാണ് അർത്ഥം. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ്, കുഞ്ഞിച്ചിരുത കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. മെനി ഇന്ത്യൻസ്, ധാരാളം ഇന്ത്യക്കാരെ, ഓൺ ദി സ്ട്രീറ്റ്സ്, തെരുവുകളിൽ. കുഞ്ഞിച്ചിരുത തെരുവുകളിൽ ധാരാളം ഇന്ത്യക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ്. പ്ലസന്റ് സർപ്രൈസ് എന്നാൽ എന്താണ്? ഒരു സന്തോഷമുള്ള ആശ്ചര്യം, ഒരു സന്തോഷകരമായ ആശ്ചര്യമുണ്ടായിരുന്നു. വെൻ, അപ്പോൾ എപ്പോഴുണ്ടായിരുന്നത്? ഷീ മെറ്റ് പ്രകാശ്. അവൾ പ്രകാശ് എന്ന ഒരു ഇന്ത്യക്കാരനെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷകരമായ ഒരു ആശ്ചര്യമുണ്ടായി. പ്രകാശ് റേൻ. റേൻ എന്നാൽ ഇവിടെ ഓടി എന്നല്ല അർത്ഥം, നടത്തി എന്നാണ് അർത്ഥം. ഐ ആം റണ്ണിങ് എ ഷോപ്പ് എന്നാൽ ഞാനൊരു കട നടത്തുകയാണ് എന്നാണ് അർത്ഥം. പ്രകാശ് റേൻ, പ്രകാശ് നടത്തുകയായിരുന്നു. ഒരു കോൺഫെക്ഷണറി. കോൺഫെക്ഷണറി എന്നാൽ മധുരപലഹാര ഷോപ്പ്. പ്രകാശ് റേൻ എ കോൺഫെക്ഷണറി എന്നാൽ പ്രകാശ് ഒരു മധുരപലഹാര ഷോപ്പ് നടത്തുകയായിരുന്നു. നിയർ, അടുത്ത്. ഹെയർ സ്കൂൾ, അവളുടെ സ്കൂളിനടുത്ത് ഒരു മധുരപലഹാര ഷോപ്പ് നടത്തുകയായിരുന്നു പ്രകാശ്. കുഞ്ഞിച്ചിരുത തോട്ട്, കുഞ്ഞിച്ചിരുത വിചാരിച്ചു. ഹീ, അയാളെ. ലുക്ക്ഡ് ലൈക്ക് എന്നാൽ പോലെ തോന്നി. അയാളെ കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നിയത് റിമാർക്കേബിളി. എന്താ റിമാർക്കേബിളി എന്നാൽ? സാദൃശ്യമുള്ളതായി. അയാളെ കുഞ്ഞിച്ചിരുതയ്ക്ക് സാദൃശ്യമുള്ളതായി തോന്നി. ആരെ പോലെ? ഹെയർ അങ്കിൾ, അവളുടെ മാമൻ ഹാരീഷ്, ഹാരീഷിനെ പോലെ സാദൃശ്യമുള്ളതായി തോന്നി. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ. എന്നാൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. പ്രകാശ് ലുക്ക്ഡ്, പ്രകാശിനെ കാണപ്പെട്ടു. എ ലോട്ട് ഓൾഡർ. എ ലോട്ട് എന്ന കൂടുതൽ പ്രായം. പ്രകാശിനെ, ഹാരീഷിനേക്കാൾ കൂടുതൽ പ്രായം പ്രകാശിന് തോന്നി. ഓൾമോസ്റ്റ്, ഏകദേശം. ഏസ് ഓൾഡേഴ്സ്, മുത്തച്ഛൻ. ഏകദേശം മുത്തച്ഛന്റെ അത്ര പ്രായമുണ്ട്. ഹി ഹാഡ് ഗെയ്സ്ഡ് അറ്റ്. ഗെയ്സ്ഡ് അറ്റ് എന്നാൽ തുറിച്ചു നോക്കി, അല്ലേ? ഹി എന്ന് പറഞ്ഞ പ്രകാശ്. പ്രകാശ് ഹാഡ് ഗെയ്സ്ഡ് അറ്റ്. പ്രകാശ് തുറിച്ചു നോക്കി. എങ്ങനെ? പ്രകാശ് നോക്കി എന്ന അർത്ഥമുള്ളൂ ഇവിടെ. പ്രകാശ് ഹാഡ് ഗെയ്സ്ഡ് അറ്റ്. പ്രകാശ് നോക്കി. എങ്ങനെയാ നോക്കിയത്? ക്യൂരിയസ്ലി. ക്യൂരിയസ്ലി എന്നാൽ എന്താണ് അർത്ഥം? അതിശയത്തോടെ. പ്രകാശ് അതിശയത്തോടെ നോക്കി. ഹെർ, അവളെ. ദ ഫസ്റ്റ് ടൈം എന്നാൽ ആദ്യമായി. ഷീ ബോട്ട്, അവൾ വാങ്ങി. സം, കുറച്ച്. കാൻഡി, മിഠായി. ഫ്രം ദി സ്റ്റോർ, ആ സ്റ്റോറിൽ നിന്നും. ആദ്യമായി അവൾ കുറച്ച് മിഠായി ആ സ്റ്റോറിൽ നിന്നും വാങ്ങി. അപ്പോഴായിരിക്കും പ്രകാശ് അവളെ അതിശയത്തോടെ നോക്കിയത്. ഓൾ ഹെയർ ക്ലാസ്മേറ്റ്സ്, ഓൾ എല്ലാം. ഹെയർ ക്ലാസ്മേറ്റ്സ്, അവളുടെ സഹപാഠികളെല്ലാം. കോൾഡ് ഹിം,
അദ്ദേഹത്തെ വിളിച്ചു. അരെ പ്രകാശിനെ മിസ്റ്റർ പ്രകാശ്, മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിച്ചത്. കുഞ്ഞിച്ചിരുത തോട്ട്, കുഞ്ഞിച്ചിരുത വിചാരിച്ചു ഇറ്റ് അത് റൂഡ്. റൂഡ് എന്നാൽ അർത്ഥം എന്താണ്? മര്യാദ ഇല്ലായ്മ. എല്ലാവരും കുട്ടികളെല്ലാം പ്രകാശിനെ മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിച്ചത്. കുഞ്ഞിച്ചിരുത തോട്ട്, കുഞ്ഞിച്ചിരുത വിചാരിച്ചു ഇറ്റ് റൂഡ്, അത് മര്യാദയില്ലായ്മയാണെന്ന്. കാരണം നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ മുതിർന്ന ആളെ മാമ, ജ്യേഷ്ഠ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. എന്നാൽ അമേരിക്കൻ സംസ്കാരത്തിൽ അങ്ങനെ ഇല്ല. ബാക്ക് ഹോം ഇൻ കേരള, ബാക്ക് ഹോം ഇൻ കേരള, കേരളത്തിലായിരുന്നപ്പോൾ ഷീ വുഡ് ഹാവ് കോൾഡ്, അവൾ വിളിക്കുമായിരുന്നു, ഹിം അവനെ, പ്രകാശ് അങ്കിൾ. അവൾ കേരളത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പ്രകാശ് അങ്കിൾ എന്നായിരുന്നു വിളിക്കുക. ദി നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം, ഷീ അവൾ വെന്റ് ടു പോയി, ദ സ്റ്റോർ, സ്റ്റോറിലേക്ക് പോയി. പ്രകാശിന്റെ സ്റ്റോറിലേക്ക് പോയി. പ്രകാശ്, അപ്പൊ പ്രകാശ് നോക്കൂ, പ്രകാശ് പാറ്റഡ്, തടവി, ഹെയർ അവളെ, എഫെക്ഷനേറ്റ്ലി സ്നേഹത്തോടെ, ഓൺ ഹെയർ ഹെഡ് അവളുടെ തലയിൽ. പിന്നീട് പ്രകാശിന്റെ സ്റ്റോറിൽ പോയപ്പോൾ പ്രകാശ് അവളുടെ തലയിൽ സ്നേഹത്തോടെ തടവി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഡു പീപ്പിൾ കോൾ യു, ജനങ്ങൾ നിന്നെ എന്താണ് വിളിക്കുക, ഡിയർ പ്രിയപ്പെട്ടവളെ. അപ്പോൾ അവളെന്ത് പറഞ്ഞു? കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്, പ്രകാശിന്റെ കണ്ണുകൾ വൈഡൻഡ്. വൈഡൻഡ് എന്നാൽ അർത്ഥം എന്താണ്? വിടർന്നു. പ്രകാശിന് അതിശയം തോന്നി. കുഞ്ഞിച്ചിരുത, അദ്ദേഹം അറിയാതെ വിളിച്ചുപോയി. എന്താ വിളിച്ചത്? കുഞ്ഞിച്ചിരുത. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. അത് കേട്ടപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് എന്തായി? സന്തോഷമുണ്ടായി. ഡിലൈറ്റ് മീൻസ് ഹാപ്പി. കുഞ്ഞിച്ചിരുതയ്ക്ക് സന്തോഷമുണ്ടായി. കാരണം എന്താ? പ്രകാശ് അങ്കിൾ വാസ് ദി ഫസ്റ്റ് പേഴ്സൺ. പ്രകാശ് അങ്കിളാണ് ആദ്യത്തെ വ്യക്തി. ഔട്ട്സൈഡ്, പുറത്തുള്ള, ഹെയർ ഫാമിലി, അവളുടെ കുടുംബത്തിന് പുറത്തുള്ള ആദ്യത്തെ വ്യക്തി പ്രകാശ് അങ്കിളാണ്. എന്തിന്? ടു പ്രൊനൗൺസ്, ഉച്ചരിച്ചതിൽ, ഹെയർ നെയിം, അവളുടെ പേര്, പെർഫെക്റ്റ്ലി. പെർഫെക്റ്റ്ലി എന്നാൽ അർത്ഥം എന്താണ്? ശരിയായി. ഇൻ ന്യൂജേഴ്സി, ന്യൂജേഴ്സിയിൽ, അതായത് അവളുടെ കുടുംബത്തിലെ ആളുകൾ ഒഴികെ ആദ്യമായി അവളുടെ പേര് ശരിയായി ഉച്ചരിച്ചത് ന്യൂജേഴ്സിയിൽ പ്രകാശ് അങ്കിൾ മാത്രമാണ്. അതുകൊണ്ടാണ് അവൾക്ക് സന്തോഷമുണ്ടായി. അത് കേട്ടപ്പോൾ അവളെന്താ ചെയ്തത്? ഷീ നോഡഡ്, കുലുക്കി, ഹെയർ അവളുടെ ഹെഡ്, അല്ലേ? അത് കേട്ടപ്പോൾ അവളുടെ ഹെഡ് താഴോട്ടും മേലോട്ടും കുലുക്കി. ആൻഡ് എന്നിട്ട് ബീംഡ്, ബീംഡ് മീൻസ് സ്മൈൽഡ്, ബീംഡ് അറ്റ്, ചിരിച്ചു, ഹിം അവനെ നോക്കി. ബീംഡ് അറ്റ് ഹിം എന്നാൽ അവനെ നോക്കി ചിരിച്ചു. ഹിയർ വി ഹാവ് എ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? വൈ ഡിഡ് കുഞ്ഞിച്ചിരുത, എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത തിങ്ക്, വിചാരിച്ചിരുന്നത്, ഡിഡ് തിങ്ക് തോട്ടാവും, എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത വിചാരിച്ചിരുന്നത്? ഇറ്റ് വാസ് റൂഡ്, അത് അപമര്യാദയാണെന്ന്. ടു കോൾ പ്രകാശ് ബൈ നെയിം, പേര് വിളിക്കുന്നത് അപമര്യാദയാണെന്ന് അവൾ എന്തുകൊണ്ടാണ് വിചാരിച്ചത്? പ്രകാശ് വാസ് എൻ ഓൾഡ് മാൻ. പ്രകാശ് എന്താണ്? ഒരു പ്രായമുള്ള വ്യക്തിയാണ്. ഹു എന്നാൽ പ്രകാശ്. ഹു, അദ്ദേഹം, ലുക്ക്ഡ് ലൈക്ക്, പോലെ തോന്നി, ഹെയർ മുത്തച്ഛ, അവളുടെ മുത്തച്ഛനെ പോലെ തോന്നി. സോ അതുകൊണ്ട് ഷീ തോട്ട്, അവൾ വിചാരിച്ചു, ദാറ്റ്, അത്, കോളിംഗ് ഹിം, അദ്ദേഹത്തെ വിളിക്കുന്നത്, പ്രകാശ്, പ്രകാശ് എന്ന് വിളിക്കുന്നത്, വാസ് ഡിസ്റെസ്പെക്ട്ഫുൾ, അനാദരവുള്ളതാണെന്ന്. അതായത് അവളുടെ മുത്തച്ഛന്റെ പ്രായമുള്ള
പ്രകാശിനെ പ്രകാശ് എന്ന് വിളിക്കുന്നത് അനാദരവുള്ളതായി അവൾക്ക് തോന്നി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് എന്തായിരുന്നു കുഞ്ഞിച്ചിറുതയുടെ റിയാക്ഷൻ പ്രതികരണം വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് പ്രകാശ് ഉച്ചരിച്ചപ്പോൾ ഹെയർ നെയിം കറക്റ്റ്ലി അവളുടെ പേര് ശരിയായി ഉച്ചരിച്ചപ്പോൾ കുഞ്ഞിച്ചിറുതയുടെ പ്രതികരണം എന്തായിരുന്നു? കുഞ്ഞിച്ചിറുത വാസ് വെരി ഹാപ്പി. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞിച്ചിറുത വാസ് ഡിലൈറ്റഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. കുഞ്ഞിച്ചിറുത വാസ് വെരി ഹാപ്പി. ഡിലൈറ്റഡ് മീൻസ് വെരി ഹാപ്പി. കുഞ്ഞിച്ചിറുതയ്ക്ക് വളരെ സന്തോഷമുണ്ടായി. ഷീ നോഡഡ് അവൾ കുലുക്കി ഹെയർ ഹെഡ് ആൻഡ് ബീംഡ് സ്മൈൽ പുഞ്ചിരിച്ചു അറ്റ് ഹിം അവനെ നോക്കി. അവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിനെ നോക്കി പുഞ്ചിരിച്ചു. പ്രകാശ് സഡൻലി പ്രകാശ് പെട്ടെന്ന് സ്വിച്ച്ഡ് ഓവർ മീൻസ് ചേഞ്ച്ഡ്. പ്രകാശ് പെട്ടെന്ന് ചേഞ്ച്ഡ് മാറ്റി ടു മലയാളത്തിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ സംസാരം. എന്നിട്ട് ചോദിക്കുകയാണ് ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് എന്നാൽ ഇപ്പോഴുമുണ്ടോ? ചിൽഡ്രൻ കുട്ടികൾക്ക് ഇപ്പോഴുമുണ്ടോ? നെയിംസ് പേരുകൾ ലൈക്ക് പോലെ കുഞ്ഞിച്ചിറുതയെ പോലെ പേര് ഇപ്പോഴും കുട്ടികൾക്കുണ്ടോ? ഹി അയാൾ വണ്ടേഡ് എന്നാൽ അത്ഭുതപ്പെട്ടു എന്നാണ് അർത്ഥം. ഇവിടെ അർത്ഥം ആസ്ക്ഡ് എന്നാണ്. ഹി ആസ്ക്ഡ് അദ്ദേഹം ചോദിച്ചു. എങ്ങനെ ചോദിച്ചത്? ലൗഡ് ഉച്ചത്തിൽ. അദ്ദേഹം ഉച്ചത്തിൽ ചോദിച്ചു ഇപ്പോഴും കുട്ടികൾക്ക് കുഞ്ഞിച്ചിറുതയെ പോലെ പേരുകളുണ്ടോ എന്നാണ് ചോദിച്ചത്. പ്രകാശ് വാസ് നോട്ട് പ്രകാശ് ആയിരുന്നില്ല ദ ഫസ്റ്റ് പേഴ്സൺ ആദ്യത്തെ വ്യക്തി ടു വണ്ടർ അത്ഭുതപ്പെട്ടത് അബൌട്ട് മീൻസ് കുറിച്ച് കുഞ്ഞിച്ചിറുതാസ് നെയിം കുഞ്ഞിച്ചിറുതയുടെ പേരിനെ കുറിച്ച് ആദ്യമായി അത്ഭുതപ്പെട്ടത് പ്രകാശ് ആയിരുന്നില്ല. ഷീ ഹാഡ് ഫേസ്ഡ് എന്നാൽ അഭിമുഖീകരിച്ചു. ഹാഡ് ഫേസ്ഡ് എന്നാൽ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഫേസ്ഡ് അവൾ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു. ദ ക്വസ്റ്റ്യൻ ആ ചോദ്യം സെവറൽ ടൈംസ് ധാരാളം സമയങ്ങളിൽ. ആഫ്റ്റർ ശേഷം ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് അവൾക്ക് പ്രായമായപ്പോൾ. എന്തിന് പ്രായമായപ്പോൾ? ടു ടോക്ക് എബൌട്ട് സംസാരിക്കാൻ. എബൌട്ട് ഇറ്റ് അതിനെ കുറിച്ച്, അതായത് അത് എന്നാൽ പേര്, ആ പേരിനെ കുറിച്ച് സംസാരിക്കാൻ പ്രായമായപ്പോൾ ഈ ചോദ്യം ധാരാളം സമയങ്ങളിൽ അവൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഓഫ് കോഴ്സ് തീർച്ചയായും. ഷീ ന്യൂ അവൾക്കറിയാം. വെരി വെൽ വളരെ നന്നായി. തീർച്ചയായും അവൾക്ക് നന്നായി അറിയാം. ഹൗ എങ്ങനെ. ഷീ ഗോട്ട് അവൾക്ക് ലഭിച്ചു. ഹെയർ നെയിം അവളുടെ പേര്. അവൾക്ക് അറിയാം അവളുടെ പേര് എങ്ങനെ അവൾക്ക് ലഭിച്ചു എന്ന്. സോ അതുകൊണ്ട് അറിയുന്നത് കൊണ്ട് ഷീ ടോൾഡ് അവൾ പറഞ്ഞു ഹിം അവനോട്. അവനെന്നാൽ ഇവിടെ പ്രകാശോട്. ഷീ ടോൾഡ് ഹിം അയാളോട് അവൾ പറഞ്ഞു. എബൌട്ട് കുറിച്ച്. ഹെയർ അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. എന്താണ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്നാൽ? വല്യമ്മൂമ്മ. ഗ്രേറ്റ് ഗ്രാൻഡ് മദറെ കുറിച്ച് പ്രകാശിനോട് അവൾ പറഞ്ഞു. ഹൂ എന്നാൽ ഇവിടെ ആരാണ്? ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അവർ ബിക്കെയിം ആയിരുന്നു. എ സ്കൂൾ ടീച്ചർ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 18 18ാമത്തെ വയസ്സിൽ അവർ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. അവരുടെ പേരിൽ നിന്നാണ് കുഞ്ഞിച്ചിറുതയ്ക്ക് കുഞ്ഞിച്ചിറുത എന്ന പേര് ലഭിച്ചത്. ഷീ ഹാഡ് ഓൺലി സീൻ എന്നാൽ അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എ ഫെയ്ഡിങ് ഒരു മങ്ങിയ ഫോട്ടോഗ്രാഫ് മാത്രമാണ്. ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അവളുടെ വല്യമ്മൂമ്മയെ കുഞ്ഞിച്ചിറുത കണ്ടിട്ടില്ല. ഒരു മങ്ങിയ ഫോട്ടോഗ്രാഫ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കുഞ്ഞിച്ചിറുത
ലേറ്റർ പിന്നീട് ലേൺഡ് മനസ്സിലാക്കി ഫ്രം അമ്മയിൽ നിന്നും ദാറ്റ് അത് എന്താണ് മനസ്സിലാക്കിയത്? അത് പ്രകാശ് ബിലോങ്ഡ് ടു എ വില്ലേജ്. ബിലോങ്ഡ് ടു എ വില്ലേജ് എന്നാൽ ഗ്രാമത്തിൽപ്പെട്ടതാണ്. പ്രകാശ് ഗ്രാമത്തിൽപ്പെട്ടതാണ്. ഏത് ഗ്രാമത്തിൽ? നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. അവളുടെ ടൗണിൽ നിന്ന് വളരെ ദൂരെയല്ലാത്ത ഒരു ഗ്രാമത്തിൽപ്പെട്ടവനാണ് പ്രകാശ് എന്ന് പിന്നീട് അമ്മയിൽ നിന്നും അവൾ മനസ്സിലാക്കി. അയാൾ പ്രകാശ് ഹി ഹാഡ് അറൈവ്ഡ്. അയാൾ എത്തി. അറൈവ് മീൻസ് എത്തുക. ഹി ഹാഡ് അറൈവ്ഡ്. അയാൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ അമേരിക്ക. അമേരിക്കയിൽ. ഓൾമോസ്റ്റ് ഏകദേശം. ഹാഫ് പകുതി. എ സെഞ്ചുറി. സെഞ്ചുറി എന്നാൽ 100 വർഷം, നൂറ്റാണ്ട് എന്നർത്ഥം. അല്ല, 100 വർഷത്തിന്റെ പകുതി എന്നാൽ എന്താണ് അർത്ഥം? 50 വർഷം. അദ്ദേഹം അമേരിക്കയിൽ എത്തിയിട്ട് 50 വർഷമായിരുന്നു. എ ഫ്യൂ ഡേയ്സ് എന്നാൽ കുറച്ചു ദിവസങ്ങൾ. ബിഫോർ മുമ്പേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ. ദ സ്പ്രിംഗ് ബ്രേക്ക്. എന്താണ് സ്പ്രിംഗ് ബ്രേക്ക് എന്നാൽ? സ്പ്രിംഗ് എന്നാൽ വസന്തകാലം. സ്പ്രിംഗ് ബ്രേക്ക് എന്നാൽ വസന്തകാലത്തിലെ അവധി. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദി സ്പ്രിംഗ് ബ്രേക്ക് എന്നാൽ എന്താണ്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വസന്തകാലത്തിലെ അവധിക്ക് എ ഗേൾ ഒരു പെൺകുട്ടി നെയ്മഡ് പേരുള്ള. എന്താണ് നമ്മൾ വായിക്കുക? ആൻഡോയിനൈറ്റ് അല്ലേ? എന്നാൽ അതൊന്നുമല്ല ഇവിടെ ഉച്ചാരണം. എന്താണ് ഉച്ചാരണം? ഓങ്ത്വാനെറ്റ്. ഓങ്ത്വാനെറ്റ്. അപ്പൊ എ ഗേൾ നെയ്മഡ് ഓങ്ത്വാനെറ്റ് ടുക്ക് അഡ്മിഷൻ. അഡ്മിഷൻ എടുത്തിരുന്നു. ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ. അതായത് വസന്തകാല അവധിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഓങ്ത്വാനേറ്റ് എന്ന പേരുള്ള ഒരു കുട്ടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിരുന്നു. ഷി വാസ് ഫ്രം എ സിറ്റി. അവൾ ഒരു പട്ടണത്തിൽ നിന്നായിരുന്നു വരുന്നത്. കോൾഡ് പേരുള്ള ഏതാണ്? മാർസലൈസ് അല്ലെങ്കിൽ മാർസൈസ് എന്നു പേരുള്ള. എവിടെയുള്ള? ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലുള്ള മാർസൈസ് അഥവാ മാർസിലൈസ് എന്ന പേരുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് അവൾ വന്നത്. ഹേർ അവളുടെ മദർ, ആ കുട്ടിയുടെ മദർ. ഹേർ മദർ വാസ് ആയിരുന്നു. വർക്കിംഗ് ജോലി ചെയ്യുകയായിരുന്നു. ഇന്നെ മൾട്ടിനാഷണൽ കമ്പനി. എന്താണ് മൾട്ടിനാഷണൽ കമ്പനി എന്നാൽ? ബഹുരാഷ്ട്ര കമ്പനിയിൽ അവൾ ജോലി ചെയ്യുകയായിരുന്നു. ഷി വാസ് ഗിവൺ. ഇതെല്ലാം പാസീവ് വോയിസ് ആണ്. ഷി വാസ് ഗിവൺ അവൾക്ക് നൽകി. എ ന്യൂ പ്രൊജക്ട് ഒരു പുതിയ പ്രൊജക്ട്. ഇൻ ന്യൂ ജേഴ്സി അവൾക്ക് ന്യൂജേഴ്സിയിൽ ഒരു പുതിയ പ്രൊജക്ട് നൽകിയത് കൊണ്ടാണ് അവൾ ഇങ്ങോട്ടേക്ക്, അതായത് മാർസലൈസിൽ നിന്ന് ഈ ന്യൂജേഴ്സിയിലേക്ക് മാറിയത്. സോ അതുകൊണ്ട് ദ ഫാമിലി കുടുംബം ഹാഡ് റീലൊക്കേറ്റഡ്. എന്താ റീലൊക്കേറ്റഡ് എന്നാൽ? റീലൊക്കേറ്റഡ് എന്നാൽ താമസം മാറ്റി എന്നാണ്. ഹാഡ് റീലൊക്കേറ്റഡ് എന്നാൽ താമസം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ താമസം മാറ്റിയിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വാസ് എന്തുകൊണ്ടായിരുന്നു പ്രകാശ് സർപ്രൈസ്ഡ് പ്രകാശിനെ അത്ഭുതപ്പെടുത്തിയത്? അറ്റ് കുഞ്ഞിച്ചിരുദാസിനെയും കുഞ്ഞിച്ചിരുതയുടെ പേരിൽ പ്രകാശിനെ എന്തുകൊണ്ടായിരുന്നു അത്ഭുതപ്പെടുത്തിയത്? പ്രകാശ് വാസ് സർപ്രൈസ്ഡ് പ്രകാശിനെ അത്ഭുതപ്പെടുത്തി. ബിക്കോസ് കാരണം ഹെയർ നെയിം വാസ് അവളുടെ പേരായിരുന്നു അൺകോമൺ, കോമൺ അല്ലായിരുന്നു, സാധാരണ അല്ലായിരുന്നു. ആൻഡ് എൻ ഓൾഡ് വൺ ഒരു പഴയ പേരായിരുന്നു. അതുകൊണ്ടാണ് അത്ഭുതപ്പെടുത്തിയത്. നോട്ട് കോമൺ. അൺകോമൺ മീൻസ് നോട്ട് കോമൺ. ഹൗ ഡിഡ് എങ്ങനെ കുഞ്ഞിച്ചിരുത ഗെറ്റ്. ഡിഡ് ഗെറ്റ് മീൻസ് ഗോട്ട്. എങ്ങനെ കുഞ്ഞിച്ചിരുതയ്ക്ക് ലഭിച്ചു? ഹെയർ നെയിം അവളുടെ പേര് എങ്ങനെയാണ് ലഭിച്ചത്? നമുക്കറിയാം. കുഞ്ഞിച്ചിരുത ഗോട്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് ലഭിച്ചു. ഹെയർ നെയിം അവളുടെ പേര് ഫ്രം. ഇതിൽ നിന്ന് ആരിൽ നിന്നാണ്? ഹെയർ അവളുടെ
ഗ്രേറ്റ് ഗ്രാൻഡ് മദർ വല്യമ്മൂമ്മയിൽ നിന്നാണ് ആ പേര് ലഭിച്ചത്. അതായത് വല്യമ്മൂമ്മയുടെ പേരാണ് കുഞ്ഞിച്ചിരുതയ്ക്കും ലഭിച്ചത്. നോക്കൂ, ഓങ്ദ്വാനേറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത, ഓങ്ദ്വാനേറ്റും കുഞ്ഞിച്ചിരുതയും സൂൺ പെട്ടെന്ന് ബിക്കെയിം ആയി ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ. കുഞ്ഞിച്ചിരുതയും ഓങ്ദ്വാനേറ്റും പെട്ടെന്ന് സുഹൃത്തുക്കളായി. കുഞ്ഞിച്ചിരുത വാസ് എമ്യൂസ്ഡ്. എമ്യൂസ്ഡ് എന്നാൽ രസം തോന്നുക, കൗതുകം തോന്നുക, തമാശ തോന്നുക എന്നൊക്കെയാണ് അർത്ഥം. കുഞ്ഞിച്ചിരുത വാസ് എമ്യൂസ്ഡ്, കുഞ്ഞിച്ചിരുതയ്ക്ക് തമാശ തോന്നി അഥവാ രസം തോന്നി. ടു ഫൈൻഡ് കണ്ടപ്പോൾ, എന്ത് കണ്ടപ്പോൾ? ദാറ്റ് അത്. ഹെയർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും, അതായത് അവളുടെ സഹപാഠികളും അധ്യാപകരും ഹാഡ് ട്രബിൾ, ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, പ്രൊനൗൺസിംഗ്, ഉച്ചരിക്കുന്നതിൽ, ഓങ്ത്വാനേറ്റ്സ് നെയിം ടു, ഓങ്ത്വാനേറ്റ്സിന്റെ പേര് ഉച്ചരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അവളുടെ സഹപാഠികൾക്കും അധ്യാപകർക്കും ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് രസം തോന്നി അഥവാ കൗതുകം തോന്നി. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ്, അവരിൽ അധികവും ഉച്ചരിച്ചത്, ഇറ്റ് അത്, അത് എന്നാൽ ഓങ്ത്വാനേറ്റ്, ആസ് പോലെയാണ്, ഏതുപോലെയാണ്? ആന്റോയിനെറ്റ് എന്നാണ് ഉച്ചരിച്ചത്. ബട്ട് എന്നാൽ കുഞ്ഞിച്ചിരുത ലേൺഡ്, കുഞ്ഞിച്ചിരുത ലേൺഡ് പഠിച്ചു, ഫ്രം ഓങ്ത്വാനറ്റ്, ഓങ്ത്വാനറ്റിൽ നിന്നും പഠിച്ചു, ദാറ്റ് അത്. ഏതാ പഠിച്ചത്? ദ നെയിം, ആ പേര്, ought to be pronounced, ഉച്ചരിക്കേണ്ടത്, ഓങ്ത്വാനറ്റ്, ഓങ്ത്വാനറ്റ് എന്നാണെന്ന്. കുഞ്ഞിച്ചിരുത ട്രൈഡ്, ശ്രമിച്ചു, ടു സേ പറയാൻ, ഇറ്റ് അത്, ദാറ്റ് വേ ആ രീതിയിൽ പറയാൻ ശ്രമിച്ചു. അതായത് ഓങ്ത്വാനറ്റ്, കുഞ്ഞിച്ചിരുത ആ രീതിയിൽ പറയാൻ ശ്രമിച്ചു. ഷി, അവൾ, ഫൗണ്ട് ടു ഹെയർ സർപ്രൈസ്, ഫൗണ്ട് ടു ഹെയർ സർപ്രൈസ് എന്നാൽ അവൾക്ക് അതിശയം തോന്നി എന്നാണ് അർത്ഥം. ദാറ്റ് അത്, അതിൽ എന്തിലാണ് അതിശയം തോന്നിയത്? ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ്, ഗോട്ട് ഇറ്റ് റൈറ്റ് എന്നാൽ അവൾ ശരിയാക്കിയതിൽ അല്ലെങ്കിൽ അവൾക്ക് ശരിയായതിൽ. ആഫ്റ്റർ ശേഷം, എ ഫ്യൂ കുറച്ച്, എ ഫ്യൂ എന്നാൽ കുറച്ച്, ട്രയൽ ശ്രമങ്ങൾ, കുറച്ച് ശ്രമങ്ങൾക്ക് ശേഷം അവൾക്ക് അത് ശരിയായതിൽ കുഞ്ഞിച്ചിരുതയ്ക്ക് അതിശയം തോന്നി. ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ്. ഈക്വലി എന്നാൽ ഇവിടെ അർത്ഥം അതുപോലെ എന്നാണ്. ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ് എന്നാൽ അവൾ അതുപോലെ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. ടു ഫൈൻഡ് കണ്ടപ്പോൾ, ഓങ്ത്വാനറ്റ് പ്രൊനൗൺസിംഗ്, ഓങ്ത്വാനറ്റ് ഉച്ചരിക്കുന്നത്, ഹെയർ നെയിം അവളുടെ പേര്, ഫെയർലി വെൽ, ഫെയർലി വെൽ എന്നാൽ വളരെ നന്നായി. അപ്പോൾ അതുപോലെ തന്നെ അവൾ അത്ഭുതപ്പെട്ടു, അതിശയപ്പെട്ടു. എന്താണ് അതിശയപ്പെട്ടത്? ഓങ്ത്വാനറ്റ് അവളുടെ പേര് അതുപോലെ ഉച്ചരിക്കുന്നത് കണ്ട്. എസ്പെഷ്യലി പ്രത്യേകിച്ചും ഈ ശബ്ദം ഓങ്ത്വാനറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത, ഓങ്ത്വാനറ്റ് കുഞ്ഞിച്ചിരുതയെ സന്ദർശിച്ചു. അറ്റ് ഹെയർ ഹോം അവളുടെ വീട്ടിൽ, എ ഫ്യൂ കുറച്ച്, ഡേയ്സ് ലേറ്റർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. കുഞ്ഞിച്ചിരുത ഫൗണ്ട്, കുഞ്ഞിച്ചിരുത ഫൗണ്ട്, ഇവിടെ ഫൗണ്ട് എന്നർത്ഥം തോന്നി എന്നർത്ഥം. കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നി. ടു ഹെയർ അമ്യൂസ്മെന്റ്, എന്താണ് തോന്നിയത്? അമ്യൂസ്മെന്റ്, തമാശ തോന്നി, രസം തോന്നി. എന്തിനാണ് രസം തോന്നിയത്? ദാറ്റ് അതിന്. അമ്മ കുഡ് നോട്ട് സേ, അമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. ഓങ്ത്വാനേഴ്സിന്റെ പേര് റൈറ്റ് ശരിയായി. അമ്മയ്ക്ക് ഓങ്ത്വാനേഴ്സിന്റെ പേര് ശരിയായി പറയാൻ കഴിയാത്തതിൽ കുഞ്ഞിച്ചിരുതയ്ക്ക് തമാശ തോന്നി.
സോ അതുകൊണ്ട് ഷീ ഹാഡ് ടു ബിക്കം എന്നാൽ ആകേണ്ടി വന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഷീ ഹാഡ് ടു ബിക്കം അവൾ ആകേണ്ടി വന്നു ഹെയർ മദേഴ്സ് അവൾ അമ്മയുടെ ലാംഗ്വേജ് ടീച്ചർ ഭാഷാ അധ്യാപിക ഫോർ എ മോമെന്റ് ഒരു നിമിഷത്തേക്ക്. അതുകൊണ്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു നിമിഷത്തേക്ക് അവളുടെ അമ്മയുടെ ഭാഷാ അധ്യാപികയായി ആകേണ്ടി വന്നു. വാട്ട് സർപ്രൈസ്ഡ് എന്ത് ആശ്ചര്യമായിരുന്നു കുഞ്ഞിച്ചിരുതയ്ക്ക്. വെൻ അപ്പോൾ ഓങ്ദ്വാനേറ്റ് പ്രൊനൗൺസ്ഡ് ഓങ്ദ്വാനേറ്റ് ഉച്ചരിച്ചപ്പോൾ ഹെർ നെയിം റൈറ്റ് അവളുടെ പേര് ശരിയായി ഉച്ചരിച്ചപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് എന്ത് അതിശയമുണ്ടായത്. കുഞ്ഞിച്ചിരുത സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത ആശ്ചര്യപ്പെട്ടു. ബിക്കോസ് കാരണം ഓങ്ദ്വാനേറ്റ് പ്രൊനൗൺസ്ഡ് ഓങ്ദ്വാനേറ്റ് ഉച്ചരിച്ചു. ഹെർ നെയിം പെർഫെക്റ്റ്ലി അവളുടെ പേര് പെർഫെക്റ്റായി. പെർഫെക്റ്റ്ലി എന്നാൽ അർത്ഥം എന്താണ്? റൈറ്റ്ലി ശരിയായി ഉച്ചരിച്ചു. ഈവൻ പോലും ദ നീ സൗണ്ട് പോലും പെർഫെക്റ്റായി ശരിയായി ഉച്ചരിച്ചത് കൊണ്ടാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് അതിശയം തോന്നിയത്. വൈ ഡു യു തിങ്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഓങ്ദ്വാനേറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് ഓങ്ദ്വാനേറ്റിന് ഉച്ചരിക്കാൻ കഴിഞ്ഞത് കുഞ്ഞിച്ചിരുതാസ് നെയിം കുഞ്ഞിച്ചിരുതയുടെ പേര് ഫെയറി വെൽ വളരെ നന്നായി. അപ്പൊ എന്തുകൊണ്ടാണ് ഓങ്ദ്വാനേറ്റിന് കുഞ്ഞിച്ചിരുതയുടെ പേര് വളരെ നന്നായി ഉച്ചരിക്കാൻ കഴിഞ്ഞത്? ഇത് നമ്മൾ ഗസ് ചെയ്ത് ആൻസർ പറയേണ്ടതാണ്. നമുക്ക് ഇങ്ങനെ പറയാം, മേ ബി ഒരു പക്ഷേ, ഷീ നോസ് അവക്കറിയാമായിരിക്കാം, മെനി ലാംഗ്വേജസ് ധാരാളം ഭാഷകൾ. ബിക്കോസ് കാരണം എന്താണ്? ഷീ ലിവ്ഡ് അവൾ താമസിച്ചു, ഇൻ മെനി കൺട്രീസ് ധാരാളം രാജ്യങ്ങളിൽ, വിത്ത് ഹെർ മദർ അവളുടെ അമ്മയുടെ കൂടെ. കാരണം അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ ലെസൺ 2 ഭാഗങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ.